ഹലോ, ഇന്നത്തെ പോലെ ഇന്ന് ഞാൻ രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ട്. ഇന്ന് കുഴപ്പമില്ലാത്ത കാലാവസ്ഥയാണ്, വലിയ ചൂടൊന്നുമില്ല. പിന്നെ ഇപ്പോൾ മരങ്ങളൊക്കെ ഇങ്ങനെ പച്ച പിടിച്ച് വരുന്നുണ്ട്. ഇപ്പോൾ ചൂടൊക്കെ കുറഞ്ഞതിനനുസരിച്ച് പച്ച അങ്ങനെ പിടിച്ച് വരുന്നുണ്ട്. ഇത് ഇവിടുത്തെ ബാസ്ക്കറ്റ് ബോളിൻ്റെ ഗ്രൗണ്ടാണ്. ഇപ്പോൾ രാവിലെ ആയതുകൊണ്ടാണ് ആളില്ലാത്തെന്ന് തോന്നുന്നു. രാത്രിയൊക്കെ ആരെല്ലാം കളിക്കലുണ്ട്. അങ്ങനെ ഞാനും കാതർക്കും മാത്രമേ ഉള്ളൂ. ഒന്നിപ്പോൾ വേറെ ആരും വന്നിട്ടില്ല, ഇതുവരെയായിട്ട് എത്തിയിട്ടൊന്നുമില്ല. വരുമെന്ന് വിചാരിക്കുന്നുണ്ട്. അത്യാവശ്യം ഇവിടെ എല്ലാം വൃത്തിത്തിന് ഒരു കൊണ്ടെടുക്കലുണ്ട്. ഇവിടെ അതിനായിട്ട് രാവിലെ ഒന്നും ക്ലീൻ ചെയ്യാനൊക്കെ പണിക്കാർക്ക് വരലുണ്ട്. ഇത് ഇവിടുത്തെ കുട്ടികൾ കളിക്കുന്ന ചെറിയൊരു പാർക്കാണ്. രാത്രിയേ ആളുണ്ടാവുള്ളൂ. അപ്പോൾ രാവിലെ ഒന്നും കുട്ടികളൊന്നും അങ്ങനെ വരലില്ല. പിന്നെ ഇവിടെ ഇല്ലമ്പലൊക്കെ എന്നും നനച്ച് കൊടുക്കലുണ്ട്. നനക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഇത്തിരി ഉഷാറായി നിൽക്കുന്നത്. ക്ലീനിങ്ങിനായിട്ട് വേറെ 3-4 ആൾക്കാരുണ്ട്. അപ്പോൾ ഇവിടെ ഈ മരത്തിൻ്റെ ഇല ഒരു കാറ്റടിച്ച് കഴിഞ്ഞാൽ ഫുള്ള് കൊഴിഞ്ഞുകൊണ്ടാണ് അത്രയും ഇതായി. മരത്തിൻ്റെ ഇലയാണ്, തീരെ ഉറപ്പൊന്നുമില്ലാത്ത മരമാണ്. ഇത് അത്യാവശ്യം പയക്കുണ്ടെന്ന് തോന്നുന്നതാണ്, കാരണം നല്ല മണ്ണൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ പുല്ലുകളൊക്കെ ഇവിടെ നല്ല അത്യാവശ്യം പച്ച പിടിച്ച് തുടങ്ങിയിട്ടുണ്ട്. കാരണം കാലാവസ്ഥ മാറിക്കൊണ്ടിരിക്കല്ലേ, പിന്നെ ഒന്നും നനക്കണമുണ്ട് ഈ പുല്ല്. അതിൽ നല്ല മൈനുകളൊക്കെ വന്നിരിക്കണത് തണുപ്പുണ്ടെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ നേരെ ഇവിടെ കുറച്ച് മെഷീനറീസ് ഉണ്ട്. അപ്പോൾ അത് ഉപയോഗിക്കാമെന്ന് വെച്ച് കണ്ടാണ് നേരം ഇങ്ങോട്ട് പോകുന്നത്. അപ്പോൾ ഇന്ന് കായായിട്ടൊന്നും എടുക്കണമെന്ന് വിചാരിക്കണില്ല, മടി കുടുങ്ങിയിരിക്കണേ. അങ്ങനെ കാഡിഡിൻ്റെ കമ്പനിയാണ് ഇത് സ്പോൺസർ ചെയ്തത്. കാഡിഡ് പറഞ്ഞാൽ ഇവിടുത്തെ ഐസ്ക്രീമിൻ്റെ വലിയ അത്യാവശ്യം കുഴപ്പമില്ലാത്ത കമ്പനിയാണ്. അപ്പോൾ അതിൻ്റെ അവർ സ്പോൺസർ ചെയ്താൽ തോന്നുന്നുണ്ട്, കാരണം അവരെ പരസ്യം എല്ലായിടത്തും കാണിക്കുന്നുണ്ട്. അങ്ങനെ ഒന്ന് കാലിൻ്റെ എക്സസൈസാണ് നടത്തുന്നുള്ളത്, വേറെ ഒന്നും കറക്റ്റ് എടുക്കുന്നില്ല. അതന്നെ കുറച്ച് എടുത്തിട്ടുള്ളൂ. അപ്പോൾ തന്നെ പിന്നെ നമ്മൾ നാളെ നാട്ടിൽ പോകുന്ന ഒരുത്തനുണ്ട്, അപ്പോൾ അവനോട് വന്നിരുന്നു. അപ്പോൾ ഇതാണ് ആളെ പേര് അൻസ് എന്നാണ് കേട്ടോ. നാളെ നാട്ടിൽ പോവാണ്, അപ്പോൾ നല്ല സന്തോഷത്തിലാണ്. പാവാണ് ആൾ. നമ്മളെ എല്ലാവിധ കുക്കിങ്ങും ആൾക്കറിയാം. നാട്ടിൽ എന്ത് ഫുഡാണെങ്കിലും ആൾ ഉണ്ടാക്കി തരും. നല്ലൊരു സ്വഭാവമുള്ള ആളാണ്. ഇപ്പോൾ നാളെ നാട്ടിൽ പോകല്ല, അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമുണ്ട് ആൾ. അപ്പോൾ ഇന്ന് കാര്യമായിട്ട് വന്നിരിക്കുന്നത് നാളെ പോണ വകയിൽ നിന്ന് എന്തെങ്കിലും നമുക്ക് ചിലവിന് തരണ്ടേ. അപ്പം ഇന്ന് രാത്രി ചപ്പാത്തിയും കോഴിക്കറി ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഇന്ന് രാത്രി വരുമോയെന്നൊക്കെ ചോദിക്കുകയാണ്. ഞാൻ പറഞ്ഞു രാത്രി മിക്കവാറുണ്ടാവും, എനിക്ക് രാത്രി ഡ്യൂട്ടി ഉണ്ട്, ഞാൻ പറ്റുകയാണെങ്കിൽ വരാം, ഉറപ്പ് പറയാൻ പറ്റില്ല. ഞാൻ വരണമെങ്കിൽ തന്നെ 10 മണി കഴിയുമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പറയാൻ ചിലപ്പോൾ 9:30 കഴിയും. ചിക്കൻ കറി ചപ്പാത്തിയോ? ചപ്പാത്തി നമ്മളോടെ പിന്നെ ഒഴിവാക്കി പിന്നെ ഞാൻ അവിടെ നിന്ന് പെട്ടെന്ന് പോകുന്നത്, എനിക്ക് സാധനം വാങ്ങാണ്ട്. പിന്നെ സാധനം വാങ്ങിയിട്ട് നേരെ വീട്ടിൽ പോകണം. വീട്ടിൽ പോയിട്ട് കുളിച്ച് ഒന്ന് ഫ്രഷായി ചായ കുടിച്ചിട്ട് കുറച്ച് റെസ്റ്റ് എടുക്കുക. ഇനി എപ്പോഴാണ് പണിയൊന്നും അറിയില്ല. ഇനി പണി കിട്ടുമ്പോഴും പുറത്തിറങ്ങുള്ളൂ. ചിലപ്പോൾ അപ്പോഴേ ഞാൻ വീഡിയോ എടുക്കാൻ ചാൻസ് ഉള്ളൂ. അങ്ങനെ ഞാൻ രാത്രിയാണ് പിന്നെ പുറത്തിറങ്ങേണ്ടത്. ഇനി ആരെങ്കിലും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ.